morning. Hey, good morning. ഇന്നലെ നമ്മ ഇവിടെ ഉണ്ടോ കിടന്നത്? ഇവിടെ ആദ്യം പുള്ളിക്കാരൻ ഇവിടെ പുറത്തടിച്ചെന്ന് പറഞ്ഞു ടെൻറ്റ്. പിന്നെ ചോദിച്ച് ഞാനത് ഉള്ളിലാക്കി. ഇഷ്ടംപോലെ ലോറിക്കാരൊക്കെ ഒന്ന് നടപ്പുണ്ട്. നമുക്ക് പോകാനുള്ളത് അങ്ങോട്ടാണ്. ഈ വണ്ടിയൊക്കെ കുറച്ച് ഓടി തുടങ്ങുമ്പോൾ ലിഫ്റ്റ് അടിച്ച് നോക്കണം. നല്ല തണുപ്പുള്ള സ്ഥലമാണ്. എന്നാലും ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ചൂടെടുക്കണമായിരുന്നു. ഇവിടെ മൊത്തം ചൂടായിരുന്നു. അവരൊക്കെ ചേട്ടന്മാർ പറഞ്ഞു ടെൻറ്റൊന്നും വരണ്ട, അവരവിടെ തന്നെ കിടക്കണം, അവിടെ കിടന്നോന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ടെൻറ്റൊക്കെ അടിച്ച് ഫസ്റ്റ് ടൈമാണ് ടെൻറ്റ് അടിക്കണം. അതിൻ്റെ ഒരു ഇതിൽ ടെൻറ്റ് അടിച്ചിട്ട് കൊടുക്കത്തെ ചൂട് കിടക്കാനും പറ്റണ്ടായില്ല എൻ്റെ ഉള്ളിൽ. നമസ്കാരം ഗൈസ്, കേരള ടു കാശ്മീർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ താമസിച്ചെന്ന് വെച്ചെടുത്തുനിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇനി ഈ വഴി പോയി കഴിഞ്ഞാൽ കർണാടക ബോർഡർ കിട്ടുമെന്നാണ്. ഇവിടുന്ന് കുറച്ചും കൂടി ഒരു 100 കിലോമീറ്ററാണ് പറയണം. ആ 100 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കർണാടക ബോർഡർ എത്തും. അപ്പോൾ ഇവിടുന്ന് മൈസൂർക്ക് ബസ്സുണ്ട്. നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോകാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയയിൽ നിൽക്കുന്നുണ്ട്. ലിഫ്റ്റ് കിട്ടിയാൽ ലിഫ്റ്റ് അടിച്ച് പോവാം, അല്ലെങ്കിൽ പിന്നെ ബസ് ഓടിക്കേണ്ടി വരും. ഞാൻ കർണാടക ബോർഡറിലോട്ട് പോണായിരുന്നു. അപ്പൊ KL വണ്ടി അറിഞ്ഞത് വെച്ചാണ്. അപ്പൊ ഇവര് 2 തമിഴന്മാര് ചേട്ടാ അണ്ണാടെ പേരിനെ ഫോറസ്റ്റ് ഏരിയ, ഫുൾ ഫോറസ്റ്റ് ഏരിയ. മൈസൂർ റൂട്ടിൽ വണ്ടി ഉണ്ടാവുന്ന പറഞ്ഞപ്പോൾ ശരിയില്ലാന്ന് പറയും. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഫോറസ്റ്റ് ആണെന്നാ പറയണം. അപ്പൊ അടുത്ത വണ്ടി കിട്ടാൻ നോക്കണം. ഗുണ്ടൽ ഡാം ഇവര് പറഞ്ഞത് ഫേമസ് ഡാമാന്ന് പറഞ്ഞ ഭവാനി ശേഖർ ഡാം അല്ലേ ചേട്ടനെ പറഞ്ഞ ഭവാനി ശേഖർ ഡാം. നിങ്ങ ലോങ് പോവോ? ലോങ് ഒക്കെ പോവാറുണ്ടോ വണ്ടിയിൽ? ലോങ് ഡ്രൈവ് മൈസൂർ ലോഡ് എടുക്കാൻ പോണോ അല്ലെങ്കിൽ പിക്കപ്പ്? ഇവർ ലോഡ് എടുത്തിട്ട് റിട്ടേൺ പോണെന്നാണ് പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് കുറെ ഹിൽസാണ്, വളവും തിരിവാണ്, മൊത്തം വളവും തിരിവാണ്. ആ ഡാമിൽ ഇറങ്ങാൻ പറ്റി നമുക്ക് ഇറങ്ങാതിരിക്കും, സമയമില്ല. വലിയ ഡാമാണ്, ചെറിയ ഡാമാ മൊത്തം. ഓ ഉള്ളേരിയാണ് മൊത്തം. ഇപ്പൊ നമ്മ കർണാടക ബോർഡർ വെച്ച് പിടിക്കണേണ്ട വഴിയൊക്കെ നോക്കിയേ. മൃഗം എന്തെങ്കിലും വരും ഇവിടെ? അനിമൽസ് ഓ രാത്രിയാവല്ലേ? എന്ത് ഏരിയ? ഇവിടെ ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണെന്നാണ് പറയണത്. ആനയൊക്കെ വരാറുണ്ട് இந்த റൂട്ടില്ല. ഓ ഈ വഴിയില് ഈ വഴിയില് ചീറ്റയൊക്കെ ഉണ്ടാവുന്നുണ്ടോ പറഞ്ഞ? ഫുള്ള് കാടാണ്. 40 കിലോമീറ്റർ ഇനി കാടാന്ന് പറയണം. 40 കിലോമീറ്റർ ഉള്ളിലോട്ട് ഫുള്ള് കാട്. നമ്മിപ്പോ പോണത് സത്യമംഗലം എന്ന് പറഞ്ഞ ഹിൽസാണ്. ഇപ്പൊ 3ാമത്തെ വളവ് നമ്മിപ്പോ കേറിക്കൊണ്ടിരിക്കണ്ട. ഇവിടെ ഭയങ്കര ഡേഞ്ചറാണെന്നാണ് പറയണത്. പുലിയും
പിന്നെ ഇടക്കിടക്ക് ആനയും കുരങ്ങ് ഇതൊക്കെ കാണാൻ പറ്റും. ഇവിടെ അപകടങ്ങൾ കുറെ സംഭവിക്കുന്ന ഭയങ്കര ഡേഞ്ചറസ് ഹിൽസ് ആണെന്നാണ് ഇവര് പറഞ്ഞത്. പിന്നെ വഴിയൊക്കെ അടിപൊളിയാണ്. വഴി ഫുള്ള് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കണ്ട ഇപ്പം 3ാമത്തെ ഹീലാണ് നമ്മൾ കയറണം. വണ്ടിയുടെ ബ്രേക്ക് മിക്കപ്പോഴും പോണ സ്ഥലമാണെന്നാണ് പുള്ളിയൊക്കെ പറഞ്ഞത്. ഇവിടെ വണ്ടിക്ക് തങ്ങടെ റിട്ടേൺ ഇറങ്ങുമ്പോൾ ബ്രേക്ക് മിക്കപ്പോഴും പോണ സ്ഥലമാണ്. ഇവിടെ മൊത്തം ആക്സിഡന്റ് പറ്റിയിട്ട് ലോറി നാട്ടിലോട്ട് പോയിട്ടുള്ള സ്ഥലമെന്നൊക്കെയാണ് പറയണത്. കോട ഇറക്കുമ്പോ കോട മഞ്ഞ് കോടനെ എന്തെന്നാണോ തമിഴ് പറയണത്. പണി കിട്ടി കിടക്കുന്നു. ഇവിടെയൊക്കെ വെച്ച് പണി കിട്ടി കഴിഞ്ഞാൽ പിന്നെ റിപ്പയറിങ് പ്രശ്നം തന്നെ പെണ്ണു மெக்கானிக் இங்க கிடைக்குமா? மெக்கானிக் கிடைக்கும், லேட்டா ஒரு நாள் டைம் வேணும். ஒரு நாள் ஒரு ஃபாரஸ்ட் இல்ல யாரும் வர மாட்டாங்க. சீதா டைகர் டேஞ்சர் ലോറി ഇതും വേറെ ഒന്നുണ്ടെന്ന് പറഞ്ഞ ഇതിനേലും വലുതാണ് വേറെ ഉള്ളതെന്ന് പറഞ്ഞ. ഫോറസ്റ്റ് ഏരിയ ഒക്കെ കഴിഞ്ഞ് നമ്മ കുറെ ഇങ്ങോട്ട് പോന്നു. ഇപ്പൊ ഇവിടെ ഒരു വണ്ടി ഡീസലും പോട്ടെ നമ്മുടെ എന്തെന്നാണ് ഗ്രീസ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗ്രീസ് അടിക്കാൻ വേണ്ടി വന്ന്. അപ്പോൾ അവിടം വരെ ലിഫ്റ്റ് കിട്ടി. ഇനി 2 കിലോമീറ്റർ നടന്ന ടൗൺ കിട്ടും. ഇവിടെ ഈ കാണുന്നത് കല്ലൊക്കെ ഉണ്ടാക്കൂലേ, കല്ലുണ്ടാക്കണ മണ്ണണി കൂട്ടിയിട്ടേക്കണം. അവിടെ ഇഷ്ടംപോലെ കല്ലടിക്കി വെച്ചേക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. വെയിൽ രക്ഷയില്ല കേട്ടാ. വെയിലിനൊരു കുറവില്ല, അമ്മാരി ചൂടും. നമുക്കിവിടെ നിന്ന് തുംകൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. ഇപ്പം ഇരിക്കണത് ബനാന ഹള്ളിയാ അങ്ങനെ എന്താണ്ടും പറഞ്ഞ് അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നമ്മ ഇപ്പം നിൽക്കണത്. ഇനി ഇവിടെ നിന്ന് 2 കിലോമീറ്റർ നടന്ന ടൗൺ കിട്ടും. എന്നാലേ ഫുഡ് എല്ലാം മേടിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ചെമ്മരിയാട് തന്നെയാണെന്ന് അറിയാൻ പാടില്ല. എൻ്റെ ഇടക്കിടക്ക് 2-3 കണ്ട. ഞാൻ വന്ന വഴി മറ്റേ വീരപ്പൻ്റെ കാടെന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ കാണിച്ചു തന്നെ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഇതേപോലത്തെ ഒരു പറമ്പിൽ ഇതേപോലത്തെ ആട് കുറേപ്പുണ്ടായിരുന്നു. കരിമ്പ് കൊണ്ടുവന്നിട്ട് ഇറക്കി വെച്ചേക്കണം. ഇവിടെ ഇവിടുത്തെ ആൾക്കാർ സൈഡിൽ നിന്ന് തന്നെ കൃഷി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കരിമ്പൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കും. എന്നിട്ട് അത് വേറെ വണ്ടിക്ക് ലോഡ് കൊണ്ടുവന്നിട്ട് കയറ്റിയിട്ട് കൊണ്ടുപോകും. എല്ലായിടത്തും ചാണകം അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട്. ചാണകം ആടിനെ ഓടിക്കണ്ട. ഇവിടെ ഇതാക്കാണ്ട് ഒരു ചെറിയ അമ്പലം ഉണ്ടാ. അവിടെ ഉത്സവം പരിപാടിയൊക്കെ ഒന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. വന്ന വഴിക്ക് ഞാനൊരു വണ്ടിക്ക് ലിഫ്റ്റ് കിട്ടിയപ്പോൾ ആ വന്ന വഴിക്ക് കണ്ടായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാർ കൂടിയിരിക്കണതും. ഭയങ്കര എന്താ പറയണ്ട, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ആട് തന്നെ ഉണ്ട്. ഇവിടെ പട്ടികളെ കാണുന്ന പോലെയാണ് ആടിരിക്കണം. എല്ലായിടത്തും ആടുണ്ട്.
കവുങ്ങ് കൃഷിയാണ് കാണണം. മൊത്തം റൈറ്റ് സൈഡിൽ വലിയ ഗ്യാപ്പില്ലാണ്ട് വെച്ചേക്കണം കേട്ടോ. സാധാരണ ഇത്തിരി ഗ്യാപ്പ് ഇടില്ല, ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് അടുപ്പിച്ച് കവുങ്ങ് വെച്ചേക്കണം. കവുങ്ങ് നമുക്ക് ചെറിയ ഇതില്ലാണ്ടില്ല. എന്തൊക്കെയോ ചോദിക്കണ്ട ആൾക്കാർ, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഊമയാണോ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണത്. വണ്ടി കിട്ടുമെന്നാ അവിടെ നിന്ന്. താലം അമ്പലത്തിലെ താലം കൊണ്ടാണ് ഇഷ്ടംപോലെ ഉത്സവം ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഇങ്ങനെ താലവും പൊട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുക. നമുക്ക് ഇനി പോകാനുള്ളത് നേരെ ഫ്രണ്ടിലോട്ടാണ്. ഒരു ലോറി ചേട്ടൻ നമുക്ക് ഇവിടം വരെ ലിസ്റ്റ് തന്നു. അത് തന്നെ ആ എഴുതി വെച്ചാണ്, ആ ഒരു ബോർഡിൽ എഴുതി വെച്ചാണ്. ഇനി ഇവിടെ നിന്ന് നമ്മ തുംകൂർ പിടിക്കണം. തുംകൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അമ്മ നിന്നേച്ചോടത്തുനിന്ന് നല്ലൊരു ലോങ് ഒരു ലിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടാ. ഈ വണ്ടിയാണ് വന്ന വഴിക്ക് എൻ്റെ ടയർ പഞ്ചറായിപ്പോയി. ഇപ്പോൾ പഞ്ചർ കടയിൽ വന്ന് നിർത്തിയിട്ട് നോക്കണാണ് പഞ്ചർ വല്ല അടിക്കണ ആൾ വല്ല ഇപ്പോൾ വരുമെന്ന് വിളിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചേക്കട്ടാ. ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തേക്കും. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.